അച്ഛൻ തിരുമേനി, എന്താ കണ്ണാ? ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. അതെ, എന്താണാവോ ഇന്ന് അച്ഛൻ തിരുമേനിയുടെ ഉണ്ണിയപ്പത്തിന് എന്തോ ഒരു കുറവുള്ള പോലെ. ഉണ്ണിയോടുള്ള സ്നേഹം കുറഞ്ഞിട്ടാണോ? എന്താ ഈ പറയണേ എൻ്റെ പൊന്നുണ്ണിക്കണ്ണ? കണ്ണനോടുള്ള സ്നേഹം കുറയേ, അത് ഓരോ ശ്വാസത്തിലും കൂടുകയല്ലേ ഉള്ളൂ, ഒരിക്കലും കുറയൂല. ഓവോ, പിന്നെ എന്തായിരിക്കും? കണ്ണൻ്റെ മുഖത്തെ ഒരു കള്ള ലക്ഷണം കണ്ടു. തിരുമേനി പെട്ടെന്ന് എന്തോ ഓർത്തെടുത്തു. ഓ, അമ്പട കുഞ്ഞിക്കള്ള, ഉവ്, ഇന്നെൻ്റെ അപ്പത്തിന് ഇച്ചിരി സ്വാദ് കുറയും. ഇന്ന് രോഹിണിയാണല്ലോ. പതിവ് പോലെ ഉണ്ണിയമ്മയുടെ നേദ്യത്തിന് വേണ്ടി ഇനി യാത്ര തൃപ്പൂണിത്തുറയിലേക്കാകും അല്ലേ? കണ്ണൻ്റെ മുഖത്തെ ഒരു കള്ള ചിരി വിടർന്നു. ഈ അച്ഛൻ തിരുമേനി എല്ലാം കണ്ടുപിടിക്കും. വെറുതെ ആണോ ഉണ്ണി നിന്നെ എല്ലാവരും കണ്ണാന്ന് വിളിക്കണേ? അത് പിന്നെ ആ അമ്മ എല്ലാ മാസവും എൻ്റെ പിറന്നാളിനെ ഒരു മുടക്കവും വരുത്താതെ നേദ്യം ഉണ്ടാക്കി എന്നെ കാത്തിരിക്കും. അപ്പോൾ ഉണ്ണി ചെന്നില്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമാവൂലേ? ഞാൻ ഓടിപ്പോയിട്ട് നേദ്യം കഴിച്ച് വേഗം വരാം. വരണ വഴിക്ക് വലിയേട്ടനെയും കണ്ടിട്ട് വരാം. വലിയേട്ടനോ? സാക്ഷാൽ പൂർണ്ണത്രയീശൻ. അദ്ദേഹം അവിടെ ഉള്ളപ്പോൾ കാണാതെ വരണ ശരിയല്ലല്ലോ. നാളെ നിർമ്മാല്യത്തിന് മുമ്പ് ഞാൻ തിരിച്ചെത്തിക്കോളാം, ഉറപ്പ്. ഞാൻ പോയിക്കോട്ടെ? തിരുമേനി സമ്മതം മൂളി. പോയി വരൂ കണ്ണ, ആ അമ്മയുടെ ജന്മസുഹൃതം എന്ന് അച്ഛൻ തിരുമേനി മനസ്സിൽ പറഞ്ഞു. അപ്പോൾ കണ്ണൻ പറയാ, അച്ഛൻ തിരുമേനിക്ക് അറിയോ, ആ അമ്മയുടെ ഉള്ളിലെ സ്നേഹം മുഴുവനും ആ നേദ്യത്തിൽ ഇങ്ങനെ ചാലിച്ച് അമ്മ പാകം ചെയ്യണ അതിനൊരു പ്രത്യേക രുചിയാണ് ആ നേദ്യത്തിനെ. എന്നിട്ടോ ആ നേദ്യം ഉണ്ടാക്കി പൂജാമുറിയിൽ കൊണ്ടുവച്ചിട്ട് ഉണ്ണിക്കുട്ടാ എന്ന് നീട്ടിയൊരു വിളിയുണ്ട്. ആ വിളി കേട്ട് ഞാൻ അറിയാതെ അവിടെ ഓടിയെത്തും. അത്രയ്ക്കിഷ്ടാ ഉണ്ണിക്ക് ആ അമ്മേ. വാക്കുകളാൽ വർണ്ണിച്ചു കാണിക്കാനാവാത്ത അത്ര ദിവ്യമായ ഒരു ബന്ധം. അതൊരു സ്നേഹബന്ധമല്ല, അമ്മയും കൃഷ്ണനും തമ്മിലുള്ള ആത്മബന്ധം. അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന വാത്സല്യമാണ് കൃഷ്ണൻ്റെ ലോകം. കണ്ണൻ്റെ ഓരോ ചിരിയിലും അമ്മയുടെ പ്രാർത്ഥനകളുടെ മാധുര്യം മിണ്ടാതെ ഒഴുകുന്നു. അമ്മയുടെ ഉണ്ണി ഗോപാല, കൃഷ്ണ, ഗുരുവായൂരപ്പ.